വിമാനം പോണേ എന്തൊരു താഴത്തൂടെ പോണേ ഞാൻ കണ്ടില്ലല്ലോ. ആരാണ് തൊട്ട് ചവിട്ട് കൊടുത്തത്? മഞ്ഞൾ പ്രസാദവും അതാണ് അതാണ് എല്ലാവരും മൂത്രം യൂറിയ എന്റെ ആയുധം വെച്ചുള്ള കളിന് ഞാൻ ഇവിടെ നിന്നോടന്തല്ലേ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റാഗി പൊടിയില്ലേ, പുല്ലുപൊടി, അത് ഇട്ട് കൊടുക്കാം. ആരോടാ പൊടിക്കോ ആറ്റുനോറ്റൊരു മോളുണ്ടായപ്പോ അത് യക്ഷിന്ന് പറഞ്ഞ പോലെയാ. അങ്ങനെ നമ്മുടെ ആന്റിഗണിയുടെ ചർച്ചയ്ക്ക് ശേഷം നമ്മള് അന്ന് ചോളം നടാന്ന് വിചാരിച്ചിട്ട് വന്നതാ. പിന്നെ മഴോട് മഴ. ഞാൻ പിന്നെ നിർബന്ധിച്ചൊന്നുമില്ല ചോളം നടാൻ. കാരണം ചോളം നട്ടാലും നമുക്കൊന്നും കിട്ടാറില്ലേ. അത്തമ്മയ്ക്കാണ് ഇറങ്ങണുള്ളതാണ്. ഈ മഴയത്ത് വന്നിട്ട് കാര്യമില്ല. ഞാനിപ്പോ കാലത്ത് വന്നിട്ട് വെള്ളം കെട്ടിക്ക പിന്നെ എന്തുട്ടാ ചെയ്യാ. ഞാൻ കാലത്ത് വന്ന് കളച്ചു കൊടുത്ത് പുല്ലൊക്കെ ചെത്തി, പിന്നെ അവിടെ കൊള്ളിത്തളം അവിടേക്ക് ആക്കി. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേട്ടൻ കൂർക്ക കുറച്ച് നട്ടിട്ടുണ്ട്. കൂർക്കത്തല തല ഉണ്ടാവാനായിട്ടില്ല, തല വിത്ത് നട്ടിട്ടുണ്ട്. കൂർക്കയുടെ വിത്ത്. അപ്പൊ തല ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. തല നുള്ളി നട്ട് അവിടെ നട്ടിട്ടുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. ആള് ഉദ്ദേശിച്ചത് അതാണ്. തർജ്ജമ ചെയ്യാനാണ് എന്നോട് കൊണ്ട് നിർത്തിയേക്കുന്നത്. തല നുള്ളി നമ്മൾ നടാൻ പോവാണ്. നിങ്ങൾ ഇത്തിരിയാണ് നീങ്ങുന്ന എന്റെ ആയുധം വെച്ചുള്ള കളിന്. ഞാൻ ഇവിടെ നിന്നോടന്തല്ലേ. എന്നെ ഇവിടെ ആരും ഇങ്ങോട്ട് വിളിച്ച് നിർത്തി ചേട്ടൻ തന്നെയല്ലേ. അപ്പൊ ഞാൻ അവിടെ കൊത്തി കളക്കണ്ടേ? അല്ല, ഞാൻ സരിതനെ കൊണ്ട് പണി നിന്നോടന്നെ. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്ന് നിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചതാ. അതായത് ഞാനിവിടെ സരിതനെ കൊണ്ട് ഈ മണ്ണില് ഇങ്ങനെ കഠിനമായ പണികൾ ചെയ്യിപ്പിക്കില്ലാന്ന് ഞാനെന്തല്ല ഇവിടെ എല്ലാവരും ചെയ്യിപ്പിക്കാൻ നോക്കിയാലും ഞാൻ ചെയ്യൂല. അല്ല, നീ ചെയ്യാൻ നോക്കിയാലും ഞാൻ സമ്മതിക്കില്ലാന്ന്. നീ പറയുന്നത് എനിക്ക് ഇത് ചെയ്തേ മതിയാവും പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അല്ല, അത് ഇഷ്ടമുള്ളവരുണ്ട് ചേട്ടാ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവില്ലേ. ചെയ്തോട്ടെ, ഇനിയിപ്പോ ഞാൻ എന്ത് വേണം. അതെ, അപ്പൊ എനിക്ക് അങ്ങനെ ഭയങ്കര താല്പര്യമുള്ള ടൈപ്പ് ആയിരുന്നു വെച്ചെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്തേനെ. നമ്മുടെ ചെറിയ ചെയ്ത് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യല്ലോ. വീട് പൂട്ടിയില്ലേ? എന്താ പൂട്ടണ്ടേ? അല്ല, വീട് നമ്മള് CCD വെച്ചിന് ചില തമാശകൾ ഉണ്ടാവട്ടാ. എന്നാളൊരു തമാശ കണ്ടി ചിരിച്ച് മണ്ണ് വെപ്പും ഞാൻ ഇടയ്ക്കിടയ്ക്ക്. അതായത് ജഗ്ഗുവിനെ ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയിട്ട് വരുന്നുട്ടാ. CCTV ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. സ്കൂളിൽ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയിട്ട് വരുന്ന കാലത്ത് ഒരു 9 ഉണ്ടാവില്ല തുടങ്ങി. അപ്പൊ ഗേറ്റ് തുറന്നിട്ട് ഞാൻ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് അവിടുത്തെ അവർ ചാർലിനെയും ഇമ്രാനെയും പൂട്ടിയിട്ടുണ്ട്. അവിടെ അകലെ പൂട്ടിയിട്ടുണ്ട്. നമ്മുടെ സൈഡിലത്തെ ഷെഡില്ലേ, അതിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടുണ്ട്. അപ്പോഴുണ്ട് അവിടെ നിന്ന് 5-8 നായ്ക്കളെ ഇവിടുത്തെ പേളിയിലെ പിള്ളേരുകളില്ലേ, അതിൽ വണ്ടനകളായി. അവറ്റങ്ങളൊക്കെ വലിയാണ്ട് പറമ്പിൽ കൂടെയൊക്കെ അതിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഗേറ്റ് തുറന്നിട്ടുണ്ട്. ഞാൻ ഗേറ്റ് അടയ്ക്കാൻ വരണമല്ലോ. അവിടെ സ്കൂട്ടർ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അടയ്ക്കാൻ. വരുന്നതിന് മുമ്പ് വിറ്റങ്ങളൊക്കെ കയറി നമ്മുടെ കടപ്പേര അവിടേക്ക് വന്നിട്ട് ആ സമയത്ത് വരുമ്പോഴാണ് ചാർലിയും ഇമ്രാനും ചെറുതായിട്ട് കുറെ തുടങ്ങിയിട്ടാ. ഇവര് നമ്മുടെ ബൗണ്ടറിക്ക് കടന്ന് ഒന്ന് നോക്കി ഒഴിക്കും. ചാർലിയും ഇമ്രാനും ചാതി കൊര ഇപ്പൊ ചങ്ങല പൊട്ടിക്കുള്ളത്. ആ വഴിക്ക് പറ്റങ്ങളില്ലേ ഒരു പോക്കുണ്ട്. നമ്മളിത് ഇങ്ങനെയായിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. 7 പോയി പോക്ക് കാണാൻ എൻ്റെ ദൈവമേ. ആ 40 സെക്കൻഡില്ല, ഒരു 10-15 സെക്കൻഡ് കാണിച്ചു തരാട്ടാ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് കാണും. ഞാൻ എന്തുകൊണ്ട് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അവരെ നായ്ക്കൾ ഓടിപ്പിക്കുന്നുണ്ട് ഇതുണ്ടായിട്ടില്ല. ഞാനാണെങ്കിൽ ഇവറ്റങ്ങളെ കളിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ ഇവറ്റങ്ങളെ അബദ്ധങ്ങളും ഇവറ്റങ്ങളുടെ തമാശകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കൂർക്കയ്ക്ക് കളയ്ക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മണ്ണ് ഇളക്കി കൊടുക്കണം. കണ്ട, ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇവിടെ വഴുതനയും അതൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് മണ്ണിടണം. വീട് പൂട്ടിയിട്ടില്ലേ? പൂട്ടണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞൊന്നുമില്ല. വീട്
തന്നെ എന്റെ പോക്കറ്റിൽ അപ്പൊ പോവാൻ കിട്. അതേ അല്ല ഞാൻ വീടിന്റെ കാര്യം പറഞ്ഞപ്പോ ആലോചിച്ചപ്പോഴേ നമ്മുടെ ഷോർട്ട് പുട്ട് അപ്പൊ അന്തലിന്റെ പണി തന്നെയാണ് ഇത്തിരി കൂടി ഇതിൽ പോയി. നമ്മുടെ ഈ ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ചപ്പിലേ ഒരു വീടിന്റെ കഥയുണ്ട്. നീ വായിച്ച കഥ പറയുമ്പോ അപ്പൊ ഇന്നത്തെ ചോളം നടലും കഴിഞ്ഞു, കൂർക്ക നടലും കഴിഞ്ഞു. ഇല്ലില്ല നടും. നീ വായിച്ചത്? ഇല്ല, ഞാൻ അവിടെ അത് ഇരിക്കുന്നു കണ്ടു, വായിക്കണം ചേച്ചി. വായിച്ചിട്ടില്ലേ? MG ബാബു എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിട്ടുള്ള അവിടെ നീക്ക് കൈക്കൂട്ട് കളിക്കണം അവിടെ നീ നേരാ ചേട്ടൻ കഥയല്ലേ പറയണേ? MG ബാബു എന്ന് പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടുള്ള വ്യതിയാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നിയില്ല. ഭയങ്കര രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതുമയുള്ളൊരു കഥയായിട്ട് തോന്നി. അതായത് ഷോർട്ട് ഫിലിം ആക്കാൻ പറ്റിയതാണ്. അതിലേക്ക് കൊണ്ടുപോവാം. നിതിൻ ശ്രദ്ധിച്ചു ചോദിക്കുക. അതായത് ഒരു തങ്കച്ചെന്ന് പറയുന്ന ആള് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, വലിയ വീടാണ് കേട്ടോ. അപ്പോൾ അയാളോട് പെട്ടെന്ന് അയാൾ ഈ അകത്ത് വാട്സപ്പൊക്കെ നോക്കി 2 തലവണയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അകത്തിരുന്ന് ഇങ്ങനെ വാട്സപ്പ് ഇങ്ങനെയുണ്ട് നോക്കിയിരിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഒരു ശബ്ദം. വീട്ടുകാരാ തങ്കച്ച, ഞാൻ ഈ വീട് വിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ അപ്രതീക്ഷിതമായിട്ട് വല്ലൊരു പുറത്തുനിന്നുള്ള ശബ്ദമാണെന്ന് വെച്ചിട്ട് ജനലൊക്കെ തുറന്നിടാറില്ല. കാരണം വെച്ചാൽ ഇയാൾ മാത്രമല്ല, നല്ല മഴയാണ് അതിന്. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഉച്ചകളും കിച്ചുകളൊക്കെ കയറും. അപ്പോൾ അതുകൊണ്ട് ജനല തുറന്നിടാറില്ല. അപ്പോൾ പുറത്തുനിന്നുള്ള ആരും ആവില്ല. അപ്പോൾ ഒരു അശരീരി പോലെ ഉണ്ട് ഇതാണ്. അപ്പോൾ കുറേ നാളുകളായിട്ട് ഇയാൾ ഒറ്റയ്ക്കാണ് താമസം. ഭാര്യയാണെങ്കിൽ മോളുടെ ഒപ്പം ടോക്കിയോയിലാണ്. മോളും മരുമോനും അവിടെയാണ്. ഞാൻ കണ്ടില്ലല്ലോ. അതേ, അപ്പൊ ഇയാളെ മോളും മരുമോനും പേരക്കുട്ടിയും കുഞ്ഞിക്കിടാവും ടോക്കിയോയിലാണ്. ഇയാളെ ഭാര്യയും ടോക്കിയോയില. ഇയാളെ അവിടെ തന്നെയായിരുന്നു. പക്ഷെ ഇയാള് അവിടുന്ന്, അതായത് ഇത് വലിയൊരു വീടാണ് ഇത്. അപ്പം മോളെ അവിടേക്ക് ഇയാളും ഭാര്യയും പോയിട്ട് അവിടെ ചെന്നിട്ട് ഇവിടെ വീട് ഇങ്ങനെ അനാഥമായിട്ട് കിടക്കാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ കുറച്ചാൾ നിന്നപ്പോൾ ഇയാൾക്ക് വീടിൻ്റെ ഇവിടെ നാട്ടിൽ ഇങ്ങനെ വീട് കിടക്കല്ലേ, അതിൻ്റെ തികട്ടലുകളാണ് വന്നു തുടങ്ങി. ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ ഇഷ്ടമില്ല. ജപ്പാനിൽ ഈ ക്രാവിനെ കളിപ്പിച്ചും അതൊക്കെ ആയിട്ടിരിക്കുക. അവർ ഭാര്യയും ഭർത്താവും മോളും വരുമാനം ജോലിക്ക് പോകും. അപ്പോൾ ഇയാൾക്ക് അവിടെയാണെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഭൂമി കുലുക്കം ഉണ്ടാവും. ഇയാൾക്ക് മറ്റേ എന്തൊട്ട് ഈ നമ്മുടെ തലയ്ക്ക് എന്തൊട്ട് കുഴപ്പം വരില്ല, അങ്ങനത്തെ എന്തുകൊണ്ട് അല്ല അങ്ങനത്തെ ഏത് ഇവിടെ തങ്കച്ച പോവാന്ന് പറഞ്ഞത്. അപ്പൊ ഇയാള് ചിന്തിക്കാണ് അങ്ങനത്തെ ആശീട്ട്. അപ്പൊ ഈ വീട് ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം പറയണേ. അപ്പൊ ഇയാൾക്ക് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇയർ ബാലൻസിന്റെ കുഴപ്പം വന്നപ്പോ ഈ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഭൂമികൾ ഉണ്ടാകുമ്പോൾ ഗുളിക കഴിച്ചാൽ മാറും. അപ്പോൾ ഇങ്ങനെ ഇയാൾക്ക് ഈ നാട്ടിലത്തെ വീടിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ വന്നു തുടങ്ങി. അതായത് എത്ര കഷ്ടപ്പെട്ട് ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. അവിടെ വെച്ചിട്ട് ഭൂമി കുലുക്കം ഉണ്ടാവണതാണോ ഇയാൾക്ക് ഇയർ ബാലൻസ് പോയിട്ട് തലച്ചിട്ടാണോ? അല്ല, ഭൂമി കുലുക്കം അതുപോലെയൊക്കെ തോന്നി തുടങ്ങിയെന്ന്. അപ്പൊ ഇയാൾക്ക് വീടിന്റെ വീട്ടിലേക്ക് വരാനുള്ള ഇതുകള് ത്വര കൂടിയെന്ന്. ഭാര്യയോട് പറഞ്ഞു. ഭാര്യ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇയാള് അവിടുന്ന് പോരാണ്. അവിടുന്ന് പോന്നിട്ട് ഈ സന്ദർഭം അപ്പോൾ പിന്നെയാണ് ഈ വാട്സപ്പിൽ നോക്കിയിരിക്കുമ്പോഴാണ് വീട്ടുകാരെ തങ്കച്ച ഞാൻ വീട് വിട്ട് പോവുകയാണെന്ന്. അപ്പോൾ എന്താ ഇങ്ങനെ തോന്നാന്നുള്ള ഒരു ചിന്ത, എന്താണ് ഇപ്പം ഇങ്ങനെ തോന്നാന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ വീട് വിട്ട് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പറയാണ്, വീട് പിന്നെ സംസാരിക്കുകയാണ്. എനിക്ക് നിങ്ങളെ പോലെ എനിക്കും ആഗ്രഹങ്ങളുണ്ട്, ഇഷ്ടംപോലെ ആഗ്രഹങ്ങളുണ്ട്. എനിക്കും പുറത്തേക്ക് പോകണം, അത് ചെയ്യണം. പിന്നെ ഞാൻ നിങ്ങളെ പോലെ ചെന്നൈയിൽ പോയി, പാരീസിൽ പോയി, മറ്റിടത്ത് പോയി ഫോട്ടോ എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. എനിക്കും ആഗ്രഹങ്ങളുണ്ട്, കുറേ ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ അപ്പോൾ ഇയാൾ തന്നെ പിന്നെ ചിന്തിക്കുകയാണ്, ഈ ആളുകൾക്ക് ഈ കോവിഡ് കാലത്തിന് ശേഷമാണ് ആളുകൾക്ക് എന്തിനാണ് സമ്പാദിക്കുന്നത് അധികം, കുറേയൊക്കെ സമ്പാദിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഇതൊക്കെ ഇത് കൈ പോവുക കറങ്ങി പോവുക. അപ്പോഴാണ് അയലോക്കത്തെ വീട് ഇയാൾ ചിന്തിക്കുകയാണ്, അയലോക്കത്തെ വീട്ടിൽ തന്നെ അവിടെ ആളുകളില്ല, അവരൊക്കെ
എല്ലായിടത്തും വിദേശത്തും അവിടെ ഇവിടെയൊക്കെ പോയി അങ്ങനെ ഒക്കെ അനാഥമാവാണ്. അപ്പോൾ ഇത്രയും വലിയൊരു വീട് അത്രയും ചെറുപ്പകാലത്ത് ഇയാളെ ഭാര്യയുടെ സ്വർണം പണയം വെച്ചും ലോൺ എടുത്തും മറ്റത് ഈ അടുത്താണ് ഇതിൻ്റെയൊക്കെ ലോണും ഇതൊക്കെ വീട്ടിൽ തീർത്തത്. ആ സമയത്ത് തന്നെയാണ് ഭാര്യയും പിള്ളേരായിട്ട് അവിടെ പോയി ഇത് വീട് അനാഥമായിട്ട് മഴയും കൊണ്ടിട്ട് ഇതും കൊണ്ടിട്ട് നാശമായി പോണത്. അപ്പോൾ ഇയാള് എനിക്ക് വേഗം തന്നെ പോകണം, നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. തങ്കച്ചനോട് പറയും, വീട്ടുടമസ്ഥനോട് പറയും, വീട് പറയുന്നു ഞാൻ പോവാണ്, പക്ഷെ നിങ്ങളും പുറത്തേക്ക് പോകണം. അപ്പോൾ ഇയാൾ ചോദിച്ചു ഞാൻ തന്നെ പുറത്തേക്ക് പോകണമെന്ന് പറയും. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഒരു 10 മിനിറ്റ് സമയം തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ വീട് ഒരു ഭീഷണി സ്വരത്തിലാണ് ആയി തുടങ്ങി. വീടിൻ്റെ ചുമരുകളൊക്കെ ചെറുതായിട്ടൊന്ന് കിടിഞ്ഞു തുടങ്ങി. അപ്പം അങ്ങനെയുടെ ഇപ്പോൾ ഇയാൾ പെട്ടെന്ന് ആധാരം അത് ഇതും പിന്നെ ATM കാർഡ് വീട് പോവല്ലേ. വീട് പറയുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളും ആദ്യം പുറത്തേക്ക് പോകണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇതായപ്പോൾ പിന്നെ പെട്ടെന്ന് ഇയാളെ ആരങ്ങോട്ട് ചവിട്ടിയ പോലെ, തങ്കച്ചൻ എന്ന് പറഞ്ഞ ആളെ ഇവിടെ വീട്ടുടമസ്ഥനെ ഇങ്ങനെ ആരാണ് ഒറ്റ ചവിട്ടി കൊടുത്തത്. ഇയാൾ ചവിട്ടിയ പോലെ ഇയാള് ഇങ്ങനെ പറയാൻ കൂടെ ഇങ്ങനെ തള്ളി ഒറ്റ പോക്ക പോയി. നമ്മുടെ സിനിമയിലൊക്കെ കാണില്ലേ ഇങ്ങനെ ദൂന്നെ പോയില്ലേ, ആ വഴിക്ക് വാതിലും ചെന്ന് ഇടിച്ച വഴിക്ക് വാതില് തുറന്ന് ഇയാള് പുറത്തേക്ക് പോയി. ചെറിയ മഴയുണ്ട് ഇതുണ്ട്, ചവിട്ടി പുറത്താക്കി. അങ്ങനെ ഇയാള് പുറത്തേക്ക് കടന്ന് അപ്പോഴേക്കും മഴയ്ക്ക് ഇയാള് രാത്രിയിലാണ് രാത്രി ഇയാള് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോട്ട് വീട് അല്ല വീട് ഇങ്ങനെ ഇടിഞ്ഞു തുടങ്ങി. ഇങ്ങനെ ആകെ വിറച്ച് ഇങ്ങനെ ഇടിഞ്ഞു തുടങ്ങി. ഇങ്ങനെ വെള്ളത്തില് കരിങ്കല്ല് ഇങ്ങനെ കൂമ്പാരം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കല്ലങ്ങോട്ട് ആഴ്ന്നിറങ്ങില്ലേ, അതുപോലെ അങ്ങോട്ട് വീട് അങ്ങോട്ട് ഇങ്ങനെ ഭൂമിയുടെ ഉള്ളിലേക്കാണ്ട് പോയി തുടങ്ങി. അപ്പോഴേക്കും ഈ വീടിന്റെ മുകളിലൊക്കെ ഇങ്ങനെ കിളികൾ 2-3 കിളികളൊക്കെ ഇങ്ങനെ ചാനര പറന്നു. വീട് ഇങ്ങനെ ഭൂമിയുടെ നിരപ്പിലങ്ങോട്ട് ഇയാള് അവിശ്വസനീയതയോടെ ഇങ്ങനെ വീട് ഇങ്ങനെ ഭൂമിയുടെ നിരപ്പില് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി പോണത് നോക്കിയിരുന്നു. അങ്ങനെ ഇങ്ങനെ അവിശ്വസനീയതയോടെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ മേലാകെ ഒരു തണുപ്പ്, ഉച്ചിൻ്റെ തണുപ്പ് ഇങ്ങനെ അരിച്ചിറങ്ങി. അങ്ങനെ എൻ്റെ ആണ്. അതാണ് വ്യതിയാനം എന്ന് പറഞ്ഞിട്ടുള്ളത്. അർത്ഥം എനിക്കിത് വായിച്ചിട്ട് നിനക്ക് വായിച്ചിട്ട് വല്ല മനസ്സിലായ? ഞാൻ വായിച്ചിട്ടില്ലല്ലോ. അല്ല വായിച്ചില്ല, ഞാൻ കഥ പറഞ്ഞിട്ട് വല്ല മനസ്സിലായ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ ചോദിച്ചത് എന്തുട്ടിന്റെ അർത്ഥം. നിനക്ക് മനസ്സിലായ? ആ വീട് അയാൾ രക്ഷിച്ചതാണ്. അവിടെ ഭൂമി ഒലിക്കണ്ടാവാത്. അപ്പൊ മണ്ണടിയത് പോയി തുടങ്ങി. അപ്പൊ വീട് താഴ്ന്നു പോകുമ്പോ ഇടിഞ്ഞും അല്ല പോവാണ്. വീട് ഇയാളെ രക്ഷിച്ചതാണ്. വീട് സംരക്ഷിച്ചതാണെന്ന് അത് മനസ്സിലായി. ആധാരം കിട്ടിയില്ലോ? ആധാരം കിട്ടിയില്ലോ? എന്താ അടുത്ത അങ്ങനെ ഒരു കഥ അല്ല. അതിപ്പോ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരുത അതിന്റെ ആന്തരിക ഇതുകളെ ആലോചിക്കാനല്ലേ, എന്താണ് ഇതിങ്ങനെ സംഭവിക്കാന്നല്ലേ. വ്യതിയാനം എന്ന് പറഞ്ഞ കഥ ഈ ആഴ്ചത്തെ ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കര അത്ഭുതകരമായിട്ട് നമുക്ക് ചില അപകടങ്ങളിൽ നിന്ന് നമ്മള് തൊട്ട് മുന്നേ തലനാരിഴയ്ക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞ പോലെ നമ്മള് മാറിപ്പോവും. അങ്ങനെ ചില CCTV ഇതുകളൊക്കെ വാട്സപ്പിലൊക്കെ ചില വീഡിയോസ് വരാറില്ലേ, ഇവരാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടതിന് അവര് പോയതിന്റെ പിന്നാലെ ഒരു വലിയ മരം അവിടെ വന്ന് വീണു, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വീണു, അങ്ങനെ എന്തെങ്കിലും വലിയ ദുരന്തം ഉണ്ടായി, അങ്ങനെയൊക്കെ അതന്നെ അങ്ങനത്തെ സംഗതികളുണ്ടാണ്. അതുപോലെ ആയിരിക്കും ചിലപ്പോ ഇതിന്റെ ഇനി ഇപ്പൊ അല്ല എനിക്ക് ഇപ്പൊ നമുക്ക് തോന്നിയത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുല്ലോ. ഇനി അടുത്ത ആഴ്ചയിലത്തെ മാതൃഭൂമി ആഴ്ചവെപ്പില് ഇത് കത്തുകൾ വരും. അപ്പൊ നമ്മുടെ കേരളത്തിലത്തെ അല്ലെങ്കിൽ വിദേശ മലയാളികള് ഈ മാതൃഭൂമി ആഴ്ചവെപ്പ് വായിക്കുന്ന ഈ കഥ വായിച്ചിട്ടുള്ള ആളുകള് അതിന്റെ ഇതുകൾ എഴുതും, അഭിപ്രായങ്ങൾ എഴുതും. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ശരിക്കും ഒന്നുകൂടി വിശകലനം നടത്താൻ പറ്റും. കാരണം കണ്ടമാനം മലയാളികളെ തെരഞ്ഞെടുത്ത കത്തുകളാണ് വരിക ശരിക്കുള്ളത്. അപ്പൊ അത് ശരിക്കും മനസ്സിലാവും. നമുക്കൊരു കത്ത് അയക്കാം, നമ്മുടെ കത്ത് വരും നോക്കാം. നമ്മുടെ ഒരു വട്ടം വന്നിട്ടുണ്ട് മനോരമയില്, കത്ത് വന്നിട്ടുണ്ട് പണ്ട്. ഒരു വാർത്തനെ കുറിച്ചിട്ടൊരു കത്ത് വന്നു. ആ ശരി, അത് വാർത്തനെ. അപ്പൊ ഞാനിത് തട്ടി നിരത്തി.
ഒരു രസം നമ്മുടെ പേരിൽ കത്ത് ഇങ്ങനെ. അല്ല അന്ന് ഇപ്പൊ അതിനൊന്നും വലിയ പ്രസക്തി ഇല്ല. ആദ്യ കാലങ്ങളിലേ നമ്മൾ ഈ മാതൃഭൂമി ആശുപത്രിയിലും ഇതിലൊക്കെ ഓരോ ഇതുകൾ വരാനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് നടക്കും. നക്ഷതങ്ങൾ എന്ന് പറയുന്ന സിനിമയില് ഇവന്റെ കവിത വിനീതിന്റെ കവിത അച്ചടിച്ചു വന്നപ്പോ പാട്ടേതാ? മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുൻപ് ചുറ്റി അല്ലേ? ആ അത് ഇവന് വാങ്ങിക്കാൻ കാശില്ല. കവിത അയച്ചു കൊടുത്തു മാതൃഭൂമി ആശുപത്രിക്ക്, പക്ഷെ അത് വാങ്ങിക്കാൻ കാശില്ല. ബുക്ക് അപ്പോഴാണ് ഗുരുവായൂര് നമ്മുടെ ഈ കവിയൂർ പൊന്നമ്മയും മോനിഷയും കൂടിയിട്ട് തൊഴാൻ വന്നിട്ടുള്ളത്. അവർ ഭയങ്കര കാശുകാരാണ്. മോനിഷ വേലക്കാരിയാണ് അവിടുത്തെ കവിയൂർ പൊന്നമ്മേരെ. അല്ല അപ്പൊ ഒരു ബുക്ക് സ്റ്റാളിൽ ഇവിടെ കേറിട്ട് ബുക്ക് എടുത്തിട്ട് മറച്ചു നോക്കാണ്. അപ്പൊ അയാള് ചീത്ത പറഞ്ഞിട്ട് കടക്കാരൻ കാശ് വായിക്കണ തന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് വായിക്കാൻ പറഞ്ഞിട്ട് അത് ഇവള് കാണും. മോനിഷ കാണും. അങ്ങനെ കടല്ലേ? അതെ അതെ. അപ്പൊ അവർക്ക് അവളത് കാശ് കൊടുത്ത് അത് വാങ്ങിക്കും. എന്നിട്ട് പറയുമ്പോ ഇവൻ പറയുന്ന എന്റെ കവിത അതില് അച്ചടിച്ചു വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ആ പാട്ടാണ് അത്. അല്ല അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. നമുക്കൊന്നും വാങ്ങിക്കാനായിട്ടേ കാശില്ലാത്ത കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഒരാഴ്ച പതിപ്പ് പോലും. തേങ്ങ കല്ലുണ്ടല്ലോ ഇവിടെ. അപ്പൊ സരിത ആ ഒന്ന് വായിച്ചോളൂ കേട്ടാ. ഏത് വ്യതിയാനം? നമ്മുടെ ആളുകൾ കുറെ പേര് അത് വായിച്ചിട്ടുണ്ടാവും, നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ. എന്തുട്ടാ പലഹാരം? ഞാൻ എപ്പോ തുടങ്ങി കളക്കില്ലാന്നറിയോ? അവിടെ കൊള്ളിത്തടം, ഇവിടെ പുല്ല് ചെത്തി. പുല്ല് എന്ന് പറഞ്ഞാൽ നോക്കിയേ, കാട് പിടിച്ച പോലെ പുല്ല്. അണ്ണനൊരു ദിവസം നിർത്തായിരുന്നു. ചേട്ടൻ മഴ വരുന്നേ. മഴ വരുന്ന നീ അടി ഉണ്ടാക്കാനായിട്ട് കൂട്ടി വെച്ചിട്ടില്ലേ? ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. അത് നേരത്തെ കൂട്ടി വെച്ചു. ഇനി ഉണ്ടാക്കാൻ വേണ്ടോ? അപ്പൊ ഞാൻ അത് ഉണ്ടാക്കിട്ട് വരാം അല്ലേ? ഞാൻ ഉണ്ടാക്കിട്ട് വരാം അല്ലേ? ഇല്ല തീ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഈ മഴ പെയ്താലോ? മഴ പെയ്യട്ടെ. മഴ തന്നെ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. കുറച്ച് കൂർക്കതല നുള്ളാം. ഇതേക്ക് നടാനുള്ളത് വേണമെങ്കിൽ. അത് ബുദ്ധിമുട്ടുള്ള പണിയില്ല. അത് ഞാൻ നുള്ളിയിട്ട് വരാം. കാണിച്ചു തരാം. വാ അതൊന്ന് കാണിച്ചു തരാം. അപ്പൊ അതാണ് നുള്ളാട്ടവര്. ജഗുനും കാണിച്ചു തരാന്ന് പറഞ്ഞ പിന്നെ കാണിച്ചു തരണ നേരെ ചേട്ടനെ നുള്ളിയ പോരെ. ആ ചട്ടി എടുത്തോ. ചട്ടി ഇന്നു ഞാൻ പാടിയൊരീ. അതെ ആൻലേട്ടൻ കൂർക്കയൊക്കെ നട്ടു. നിന്നെ കുറിച്ചായിരുന്നു. മഴ ഇരുട്ടായില്ല പെട്ടെന്ന്. അയ്യോ ഇപ്പൊ മഴ പെയ്യും. എന്തൊരു കഷ്ണം നോക്കിയേ. ആറ്റുനോറ്റ് മനുഷ്യൻ കളയ്ക്കാന്ന് വിചാരിച്ചപ്പോ എന്താ പറയാ, ആറ്റുനോറ്റൊരു മോളുണ്ടായപ്പോ അത് യക്ഷിന്ന് പറഞ്ഞ പോലെയാ പകൽപ്പൂരത്തെ മറ്റേ വല്ലേ. ആരാ ആളെ പേരുന്ന? സരിത സി ഐ പോള് പറയില്ലേ. മൂത്തത് നുള്ളിയാ മതി. ഇതേ കടാ, ഇത് നമ്മുടെ കൂർക്കതല്ല കണ്ടാ. ഇവർക്ക് നുള്ളാൻ കൊടുക്കാം. തേങ്ങ നടാൻ മഴ ദിവസം തന്നെയാണെന്ന് തോന്നുന്നു. തേങ്ങ ഇത് കത്തി കൊണ്ടെങ്ങാനും ആക്കണ? ഇത് ഇങ്ങനെ നോക്കിയേ, ഇത് സിമ്പിളാണ്. മനസ്സിലായി. ഇത് നമ്മുടെ കളമശ്ശേരിയിലുള്ള ഒരു കർഷകണ്ട്, പേര് ഞാൻ മറന്നുപോയി. ആള് കുറെ നാൾ മുമ്പേ കൂർക്കതല നമ്മൾ നടുന്നിട്ട് നമ്മളിതിങ്ങനെ ഇങ്ങനെ 3 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ശരിക്കും നടല്ലേ ചെയ്യുക. അപ്പോൾ ആൾ പറയും ഇങ്ങനെയല്ല നടാന്ന്. ഇങ്ങനെ കെടുത്തി നടന്ന് ഇത് നീളത്തിലാക്കിയിട്ട് കെടുത്തി നടന്നു. മുട്ടണോടത്തൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ടാവും. അപ്പൊ എന്താ അതുപോലെ ഇവിടെ നട്ടിട്ട് നമ്മളവിടെ ഉണ്ടായില്ല. അല്ല ചേട്ടൻ വേറൊരു എൻ്റെ കൂട്ടുകാരുണ്ട്. ആള് കൃഷി ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി, ഇങ്ങനെ കെടുത്തി വെച്ചിട്ടുള്ള പരിപാടി. എന്നിട്ട് മണ്ണ് ഇങ്ങനെ ഇട്ടിട്ട് പോയി. ഒന്നും ഉണ്ടായില്ല. ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ രീതിയെ പറ്റുള്ളൂ. മഴ പെയ്യും. അയ്യോ എന്തൊരു പെട്ടെന്ന് കാലാവസ്ഥ മാറിയല്ലേ. കാലാവസ്ഥ മാറി. എന്തൊരു നല്ല
കഥ പറയാനും വർത്താനം പറഞ്ഞ് കളയ്ക്കാനും പറ്റിയൊരു അന്തരീക്ഷമായിരുന്നു. കഥ പറഞ്ഞു, പണിയൊന്നും നടന്നില്ല. പണി നടന്നില്ല എന്നാ? ആരാ പറഞ്ഞ പണി നടന്നില്ലെന്ന്? ഇഷ്ടം പോലെ തിന്നാനുള്ള സാധനം ഉണ്ടായില്ലെന്ന് പറയും. തിന്നാനുള്ള സാധനം ഉണ്ടായി 4 മണിക്ക് എത്താൻ പറഞ്ഞല്ലടാ. 4:30 ഒന്നല്ല, 5:30 കടായുണ്ട്. ആ അത് വേഗം നടാം, പെട്ടെന്ന് നടാം. ഇവിടെയും അട നടണ്ടെന്ന് തോന്നുന്നു. നല്ല മണം. അട നട്. അല്ല അട അയ്യേ ഞാൻ ഓർക്കുന്ന കാര്യം ആലോചിച്ചിട്ടേ. അടന്നെ ഉണ്ടാക്കണേ, അല്ല കരിയണ മണം വരുന്നുണ്ട്. ആ ചോദിച്ചോക്കട്ടെ. അല്ല ചേട്ടൻ അട ഭയങ്കര ഇഷ്ടാ. അടേ പഴയ ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഗോതമ്പട. എനിക്ക് ഈ കൂർക്കതല്ല നടന്ന കാര്യം നോക്കുമ്പോ അമ്മേനെ ഓർമ്മ വരും. ചേട്ടൻ എപ്പോഴും അമ്മേനെ ഓർമ്മ വരാത്ത? എല്ലാ കാര്യം പറയുമ്പോഴും അമ്മേരെ കാര്യം പറയും ചേട്ടൻ. അമ്മേ കൂർക്കതല്ല ഞങ്ങള് കാലത്ത് എൻ്റെ എന്താ ചെയ്യുന്നറിയോ, ഇങ്ങനെ അല്ല ഈ കൂർക്ക മണിയില്ലേ, മണി ഇങ്ങനെ തടം കോരിയിട്ട് നടണം. നട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തലപ്പുകൾ ഈ കൂമ്പെടുത്തിട്ട് ഇത് വലിയ ഇതായിട്ട് വരും, നല്ല നീളത്തിലുള്ളത്. എന്നിട്ട് അതിൻ്റെ മൂത്ത ഇലകളാണ് നട. അപ്പോൾ ഇത് ഈ കൂർക്ക അതുകൊണ്ട് നല്ല വളർച്ച കിട്ടാനായിട്ട് എന്താ ചെയ്യുന്നറിയോ, എല്ലാവരും കാലത്തിട്ട് ഞങ്ങളാണെങ്കിൽ കുറേ പേരല്ലേ കാലത്ത് വന്നിട്ട് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോഴാണ്. അല്ല കരിയല്ല, അപ്പോഴാണ് അതിൻ്റെ വളർച്ച ഭയങ്കരവാ. യൂറിയാണ് യൂറിയ. എല്ലാവരും യൂറിയ എല്ലാവരും വന്നിട്ട് മൂത്രം ഒഴിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ കൂർക്കതല്ലേ അത്രയ്ക്കധികം വലിപ്പാ. അപ്പോൾ ആണുങ്ങളെ വന്ന് മൂത്രം ഒഴിക്കുമ്പോൾ നല്ല പോലെ ഇതുമ്മേ തലപ്പുണ്ടാവും. അപ്പോൾ ഇഷ്ടം പോലെ തലപ്പ് നടാണ്ടാവും. അപ്പം നമ്മൾ തലപ്പ് നട്ട് കഴിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ആശിമാരും ഇവരൊക്കെ വന്നിട്ട് ബാക്കിയുള്ള തലപ്പുകളൊക്കെ സരിതാ ഇങ്ങനെ നുള്ളി കൊണ്ടുപോയിട്ട് അവർ നടും. അവരെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ കൂർക്ക നമ്മളവിടെ അത്രയ്ക്കധികം ഉണ്ടാവും കേട്ടോ. ഞാനേ ഇവര് കൊണ്ട് നുള്ളിപ്പിച്ചിട്ട് ഞാനവിടെ കളിക്കാന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ നുള്ളും കഴിഞ്ഞു ഒക്കെ നടല്. ചേട്ടൻ വരുമ്പോ ചേട്ടൻ നുള്ളാൻ നിൽക്കുന്നു. ഇനി നട വേണ്ടോ? ഇങ്ങനത്തെ എളുപ്പപ്പെട്ട പണികളൊക്കെ ഞാൻ സരിതനെ കൊണ്ട് ചെയ്യിക്കും കേട്ടോ. ഒന്നും വലിയ ബുദ്ധിമുട്ടിൽ പിടിച്ച പണിയില്ലല്ലോ. ഇവിടെ ഇരിക്കട്ടെ, തടം പൂർത്തിയായിട്ടില്ല. തടം ഇത്തിരി കൂടി ആക്കാണ്ട് കേട്ടോ. ഈ തടത്തിൽ ഇപ്പം വേറെ വളങ്ങളൊന്നും ചെയ്യില്ല. ഇതൊന്ന് കൂമ്പെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം കപ്പലണ്ടി പിണ്ണാക്കും ഇതൊക്കെ ഇടും കേട്ടോ. അതപ്പം നമുക്ക് കാണിക്കാം. മഴ വരണ്ടാ എൻ്റെ അമ്മേ. ഇന്ന് അട തിന്നില്ല മാത്രം നടക്കുള്ളൂന്നുകൊണ്ട് ചേട്ടൻ അന്ന് ചൊറിച്ചിൽ വന്നില്ലേ മേലപ്പടി? ചേട്ടാ എന്നിട്ട് പറഞ്ഞ വേഗം പറ. ഒന്നുമില്ല, മഴയല്ലേ വരുന്നേ. നമ്മുടെ താടം എൻ്റെ അമ്മേ കാലാവസ്ഥയ്ക്ക് ഒന്ന് മാറ്റി സരിത ഒരു മൂന്നാലെണ്ണം വീതം അങ്ങോട്ട് എടുത്തന്നെ. ഇത് 4 അപ്പോഴത്തേക്കും നട്ട് കഴിയോ? മഴ നടാൻ പറ്റുന്നത് വേഗം ചേട്ടാ നടുന്നിട്ട് നമ്മൾ 3 എണ്ണം ചേട്ടാ നോക്കിയേ നട്ട് നോക്കിയേ കിടക്ക് 3 എണ്ണം. അയ്യോ മഴ പെയ്തു ചേട്ടാ. മഴ പെയ്ത് ഓടും നമ്മള്. മഴ പെയ്തു 3 എണ്ണം കറക്റ്റ് മഴ പെയ്തു. എൻ്റെ അന്തരീക്ഷം നോക്കിയ ഫ്ലാറ്റിൻ്റെ അവിടെയൊക്കെ എന്ത് കഷ്ടാന്ന് നോക്കിയേ. ചേട്ടാ കഥ പറയാൻ നിന്ന കാരനാ സമയം പോയി. ഓടാ നമുക്ക് പോവാ. ഞാൻ ഓടാട്ടാ. ആരോടാ? ഓടിക്കോ എൻ്റെ ചെരുപ്പ് എടുക്കട്ടെ. അപ്പം നമുക്ക് പലഹാരത്തിലേക്ക് പോവാം. അടി ഉണ്ടാക്കാൻ പോവാം. അപ്പം നമുക്ക് സരിതര അടയിലേക്ക് പോവാം. വെറൈറ്റി അട നോക്കിയാ ബാക്ക് നോക്കിയാ അവിടേക്ക്.
എന്തുട്ട മഴ കാലാവസ്ഥ മാറ്റം കേട്ടാ. അയ്യോ ഇത്ര ഹൈറ്റിന്ന് വന്നിട്ടാണ് തലേമിലേക്ക് വെള്ളം വീണാന്നല്ല ഒന്നും തോന്നുള്ളേ. ചേട്ടാ അവിടേക്ക് ആ മഴയത്തേക്ക് നിൽക്കായിരുന്നില്ല എന്നുവെച്ചാ. ആ അങ്ങനെ നമ്മുടെ ചോട്ട മുംബൈയിലത്തെ മറ്റേ ഇവന്റില്ലേ അവരെ പോലെ കുളി എൻ്റെ കഴിഞ്ഞു. കുളി ഇതും കഴിഞ്ഞു. അവന്റെ പേര് വല്ലേപ്പും കുളിയും കഴിഞ്ഞു. വല്ലേപ്പും കുളി. ചേട്ടാ കുളി എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? അടിപൊളി. ഞാൻ അടുത്ത പരിപാടി പറഞ്ഞ അട ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനൊരു കൂട്ട് വേണം. പുല്ലില്ലേ, പുല്ല് പൊടി, അതുകൊണ്ടുള്ള അടയാണ് ഉണ്ടാക്കണേ. അപ്പോൾ വെറുതെ അത് നമ്മൾ അട ഉണ്ടാക്കാറുണ്ട്. അതല്ലാണ്ട് വേറെ ഞാനൊരു യൂട്യൂബിലൊരു സാധനം കണ്ടു, റെസിപ്പി കണ്ടപ്പോൾ അത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നിയിട്ട് അതിനുള്ള മിക്സ് ഞാൻ ആക്കി വെച്ചിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് പറമ്പിലേക്ക്. അപ്പോൾ അത് ആ മിക്സ് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് കാണാം. ഒരു പാത്രം വെച്ചു, അടുപ്പത്ത് തീ കത്തിച്ചു, എന്നിട്ട് നെയ്യ് ഒഴിക്കാൻ പോവാട്ടാ. നെയ്യ് ഇത്ര വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് കണ്ട ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടു നെയ്യിൽ. അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വന്നുട്ടാ. അപ്പോൾ ഒരു കപ്പ് ക്യാരറ്റ് ചെറുകിയത് ഗ്രേറ്റ് ചെയ്തത് അതിലിടാം. ഒക്കെ ഒരു കപ്പ് കേട്ടാ. ഒരു കപ്പ് ക്യാരറ്റ്, ഒരു കപ്പ് നാളികേരം ചെറുകിയത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് ശർക്കരപ്പൊടി. നമ്മുടെ വീട്ടിൽ ശർക്കര പൊടിച്ചതില്ല, അത് കാരണം കൊണ്ട് കട്ടയാക്കിയിട്ടുള്ള ശർക്കരയിൽ ഇതാണ് ഇടണേ. എല്ലാതും ഓരോ കപ്പ് വീതമായിട്ട് എടുക്കണേ. അപ്പോൾ 2 കപ്പ് വെള്ളം വേണം. 1 കപ്പ് ഒഴിച്ചു, 2 കപ്പ് വെള്ളം. ഇതിലേക്ക് ശർക്കര ഇടാം. ശർക്കര അലിയട്ടെ. ചിലപ്പോൾ നമുക്ക് ഇത്തിരി കൂടി വെള്ളം വേണ്ടി വരും. ശർക്കര അലിയണ്ടേ. ഈ മറയൂർ ശർക്കര ആയതുകൊണ്ടേ ഇത് നമുക്ക് കല്ലും മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ഇതിലേക്ക് ചേർക്കാം. ഇത് പെട്ടെന്നാവൂട്ടാ. അത് ഈ വെള്ളം ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇത് വേഗം അലിയും. ഇത് അലിയട്ടെ. പിന്നെ ഇതിലേക്ക് ഇനി ഇത്തിരി ഏലക്കായ്പ്പൊടി ഇടണം. അത് ഞാൻ എടുക്കട്ടെ. ഇനി ഇതിൽ ഏലക്കായ്പ്പൊടി ഇട്ടു. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പുല്ലുപൊടിയാണ്. റാഗിയില്ലേ, റാഗിപ്പൊടി 1 കപ്പ്. ഒക്കെ 1 കപ്പ് ഇതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഇതിട്ട് കൊടുക്കാം. ഇതലിയണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശർക്കരയും തരി ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇത് ശർക്കരയൊക്കെ അലിഞ്ഞു തുടങ്ങി കേട്ടോ. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും തന്നെ ശർക്കര അലിഞ്ഞു തുടങ്ങി. ശർക്കര അലിയാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ ചിലപ്പോഴേ ശർക്കര അലിയുമ്പോഴത്തേക്കും വെള്ളം നമ്മുടെ കുറേ വറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട. ശർക്കര പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇതിൽ വെള്ളം ചേർക്കണതല്ലേ. അപ്പോൾ ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ട് പോരാത്ത വെള്ളം കൂടി ചേർത്താൽ മതി. അപ്പോൾ ശർക്കരയൊക്കെ അലിഞ്ഞു. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റാഗി പൊടിയില്ലേ, പുല്ലുപൊടി, അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ടാണ് നമ്മൾ അട ഉണ്ടാക്കാൻ പോണത്. ഇതിപ്പം തന്നെ വെന്തു. തീ ഓഫ് ചെയ്യാണ് കേട്ടാ. ഇത് ചൂടാറുമ്പോൾ നമുക്ക് കറക്റ്റ് പാകമായിട്ടുണ്ടാവും. ഇവിടെ ഇരിക്കട്ടെ, ചൂടാറട്ടെ. അപ്പോൾ കേട്ടാ ഇതെങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം. ഇതൊക്കെ എന്താ കണ്ടിട്ടുണ്ടെങ്കിൽ ഉപമ പറയുന്നില്ല. ഇതാങ്ങി ഭയങ്കര ടേസ്റ്റാ.
അപ്പൊ ഇതിനി പരത്താൻ പോവാട്ടാ. ഇലയിലാണ് അടി ഉണ്ടാക്കണത്. വാഴയില് ഇങ്ങനത്തെ പണ്ടേ നമ്മുടെ വീട്ടില് പുല്ലില്ലേ, ചാമ, ഈ പുല്ല് കഞ്ഞിപ്പുല്ല് എന്ന് പറയാ. ഈ കഞ്ഞിപ്പുല്ല് പണ്ട് നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് തുടങ്ങും. നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു കണ്ടത്തിലുണ്ട് കൃഷി ചെയ്തത് പണ്ട്. ഇത് കൃഷി ചെയ്തിട്ട് ഈ പുല്ല് ഉണ്ടാക്കിയിട്ട് അത് ഈ മറ്റേ പണ്ടത്തെ ഓലയില് ഈ കൈതോല കൊണ്ട് പായ ഉണ്ടാക്കും. അതിൽ അതങ്ങോട്ട് പറിച്ചിട്ട് അയ്യെ ഒക്കെ ഇങ്ങനെ പരത്തിയിട്ട് അതിൽ ഇത് കൊഴിയിപ്പിക്കും. ഇതിൻ്റെ വിത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണികൾ. എന്നിട്ട് അത് ഇടിച്ച് പൊടിച്ച് കുറുക്കുണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, അടി ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ. എന്തെല്ലാം പണിയിലെടുത്തിട്ടുണ്ടെന്ന് പറയും, ഓരലിട്ട് ഇടിച്ചും ഇതൊക്കെ. ഇപ്പൊ ആര് ചെയ്യുന്നത്? മുമ്പവിടെ ഉണ്ടാവും. ഇപ്പൊ അന്ന് പലതും ചെയ്ത് തുടങ്ങും കൃഷികള്. അത് നമ്മുടെ ചാമ ചെയ്ത് തുടങ്ങും, എള്ള് ചെയ്ത് തുടങ്ങും. അതെ ചേട്ടൻ ഒരു കാര്യം ചെയ്യൂ, വെള്ളം അടുപ്പത്ത് വെച്ച് നമ്മള് വെള്ളം അടുപ്പത്ത് വെച്ചുട്ടാ വേവിക്കാനായിട്ട്. ഇപ്പൊ നെൽകൃഷിയുണ്ട്, വെള്ളം അധികം വേണ്ട, അങ്ങനത്തെ കൃഷികളുണ്ട്. നെൽകൃഷി പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലിന്റെ കടക്കില് ഇത്രയ്ക്ക് ഉയരത്തിൽ വെള്ളം, ഇത്രയ്ക്ക് ഉയരത്തിൽ എപ്പോഴും വെള്ളം വേണം. മനസ്സിലായി? ആ കൊയ്യണേലും ഒരു 10-15 ദിവസം മുമ്പ് വരെയാണ് വെള്ളം വേണം. അല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ കതിര് വന്ന സാധനമൊക്കെ ഉണങ്ങിപ്പോവും. അതിന്റെ പേരിലൊക്കെ പാടങ്ങളിൽ ആളുകൾ പരസ്പരം എന്തെല്ലാം തർക്കങ്ങളുണ്ടായി. ഹിറ്റ്ലർ എന്ന് പറഞ്ഞ സിനിമയിൽ വെള്ളം തുറന്നു വിടുന്നതിന്റെ പ്രശ്നം പറഞ്ഞിട്ടാണല്ലോ ശോഭനയും മമ്മൂട്ടി പാടത്തിക്കുമ്പോഴേക്കും അങ്ങനെ പ്രശ്നം ഉണ്ടായില്ലേ. അപ്പൊ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ശരിക്കും പഞ്ചാമൃതത്തിന്റെ കൂട്ടുപോലെ ഭയങ്കര ടേസ്റ്റ്. ഇത്ര നേരം ഉപമയൊന്നും പറയാണ്ട് എങ്ങനെയോ പിടിച്ചു നിന്നു ചേട്ടൻ. സാധാരണ പുല്ലട നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കനം കുറച്ചിട്ടാട്ട പരത്തുക. ഇത്ര നൈസാക്കിട്ട് പരത്തണം, അപ്പോഴതിന് ടേസ്റ്റ്. ഇങ്ങനെ ഒരു ഇതില് നല്ലട ചുട്ടതിരിക്കുമ്പോ പുല്ലട തന്നെന്റെ അമ്മായി ചത്തെന്ന് ഞാൻ കേട്ടപ്പോ. എന്നിട്ട് ഒരു കിണ്ടി പച്ചവെള്ള അങ്ങനെ ഒരു ഇതല്ലേ അത്. അമ്മായി പണ്ട് കാലത്ത് അമ്മായിരെ മാമന്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോ അമ്മായി നല്ലട അമ്മായിരെ ആളുകൾക്ക് മക്കൾക്ക് ഇവർക്കൊക്കെ കൊടുത്തു. ഈ പോയ ചെക്കനാണോ പെണ്ണാണെന്ന് അറിയില്ല, അവർക്ക് പുല്ലട കൊടുത്തു. പുല്ലടയാണ് നല്ലത്, അതാണ് രസം ആലോചിക്കണം. പക്ഷെ ഇവര് ഈ പാട്ടില് പുല്ലട വളരെ മോശം, മറ്റാടില്ല അരികൊണ്ടുള്ള അരിപ്പൊടി അതാണ് നല്ലത് എന്നുള്ളതാണ്. വീണ്ടും മഴ നീ ഇതിൽ വെക്കിട്ടാ. ഇതിങ്ങനെ ഇറക്കി വെച്ചോ. ഇനി ഇതില് നമ്മുടെ വെള്ളം തിളയ്ക്കുമ്പോൾ ഇറക്കി വെക്കാം. അടാ വെള്ളം തിളയട്ടെ തിളച്ചു കഴിഞ്ഞാൽ ആവി കൈമേലേക്ക് വെക്കാൻ ബുദ്ധിമുട്ടാവും. അല്ല അത് ഇന്നലെ ആവി ഒറ്റയടിക്ക് വരുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കൂടാ. അല്ലെങ്കിൽ നിർത്തലേ ഇതൊരുവിധം എന്തുണ്ടാവും തിളച്ച വെള്ളത്തിലിട്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ തിന്നണത്. ബന്ധകാരാണ് ഞാൻ തിന്നണത് ഈ സാധനം. അല്ലെങ്കിലും തിന്നും. അടിപൊളി സാധനം. കൊതി പറ്റിയ എൻ്റെ തന്നെ. നല്ല മഴ പുറത്തിട്ടാ. മഴ വെള്ളം ചെറുതായിട്ടൊന്ന് കാഞ്ഞിട്ട് വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് 2 അട വയ്ക്കാം. ചേട്ടനല്ലേ ഇപ്പൊ എന്നെ പറഞ്ഞ തിളച്ച ആവി വരുമ്പോ തന്നെ വെക്കണം, അപ്പോഴാണ് അതിന്റെ ഒറ്റ ആവി വരുമ്പോഴാണ് ടേസ്റ്റ്. അത് വന്നു തുടങ്ങി, ആവി വന്നു തുടങ്ങി. അപ്പോൾ അട അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പുറത്ത് കാപ്പി വയ്ക്കാൻ കേട്ടാ. എന്തുണ്ടാവും എടുത്തോ. നമ്മുടെ അടിയെടുക്കണോ. അയ്യോ അത് ഇങ്ങനെ പോയാ. എന്താ കുഴപ്പമില്ല, നല്ല ഭംഗിയാണ്. ഇനി വല്ല ഉപമയുണ്ടേ പറയും. ഞാൻ ഈ കാപ്പിയിൽ പഞ്ചസാര ഇടട്ടെ. 2 2
ഇതാണ് നമ്മുടെ മാതൃഭൂമി ആഴ്ചവെപ്പിലത്തെ കഥ വ്യതിയാനം. കണ്ട ഈ കഥയാണ്. കാലാവസ്ഥ വ്യതിയാനങ്ങളും വീട് ഇടിഞ്ഞ് താഴെയൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? അതായിരിക്കും. അതാണ് നിതിൻ അതാണ് നിതിൻ അതിൽ നിന്ന് മനസ്സിലായത്. ഞാൻ വായിച്ചിട്ട് പറയാം. രണ്ടാടെ ആയുണ്ട്. ഞാൻ എടുത്തിട്ട് ഓ അവിടെ ഇരിക്കട്ടെ. അത് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അത് അതുപോലെ തന്നെ ഇരിക്കുക. ഇത് മറ്റേ നാളികേരം ഈ എന്താ പറയാ ഇതൊക്കെ ഉള്ളതുകൊണ്ടേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. പുല്ലട, റാഗി കൊണ്ടുള്ള അട. ജഗ്ഗുന്റെ എക്സ്പ്രഷൻ നോക്ക്. സൂപ്പർ അടേണ്ടിട്ടാ. ഇതല്ല എൻ്റെ കാപ്പി. എനിക്ക് അണ്ടിപ്പരിപ്പ് കിട്ടി. അടിപൊളി കേട്ടാ. കാപ്പിയും ഇതും മഴയും. അടുത്ത അണ്ടിപ്പരിപ്പ് കിട്ടി. എന്ത് ചേട്ടൻ കിട്ടിയില്ലേ? മധുരം മധുരം കറക്റ്റ് പാകത്തിനാ. അടുത്ത അണ്ടിപ്പരിപ്പ് പിന്നെ മധുരം. അപ്പൊ ഈ സാധനം നിങ്ങൾ ഉണ്ടാക്കാം. ഞങ്ങൾക്കിനി കോർക്കലാടണം ഈ നേരത്താ. സമയം 6:30 നാളെ. അടിപൊളിയാ. അപ്പൊ നമുക്ക് തീർത്താം. ജവുന് ഇഷ്ടമായ അവന് മധുരത്തിനോട് ഇഷ്ടമില്ല. അതാണ് അതല്ല നമ്മുടെ തലപ്പാക്കട്ട് ബിരിയാണിയില് അത് അരി ചിക്കൻ ഇതൊക്കെ ബാക്കിയുണ്ടായിരുന്നു, ഇവിടെ ഇരിക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവപ്പ തന്നെ അതെടുത്ത് കഴിച്ചു. അത് തന്നെ അവന് വലിയ ആവശ്യമില്ല. പെട്ടെന്ന് കഴിഞ്ഞു. ഇത് മറ്റേ സാധാരണ രസമുണ്ട്. ആണോ? എന്നാ കഴിക്ക്. അതല്ല വെറുതെ പറഞ്ഞാന്ന്. ഇത് ഇത്തിരി വെള്ളം കൂടുതലാ അല്ലേ? ഇത്ര വെള്ളം വേണ്ട. കുറച്ചും കൂടിയും വെള്ളം ഇളക്കിയിട്ട് ഓഫ് ചെയ്താൽ മതി കേട്ടാ. ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇരുന്നിട്ട് കട്ടയാവും വിചാരിച്ചു. ഇപ്പൊ ഒരാളെ കഴിഞ്ഞു, അടുത്തെടുക്കാൻ പോണം. അപ്പൊ നമുക്ക് നിർത്താം. അടിപൊളി. അടുത്ത വീഡിയോ കാണാൻ നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമ്മൾ കൂർക്ക നടലൊക്കെ ബാക്കി കാണിക്കുന്നതായിരിക്കും. അന്ന് ആന്റിഗണി ഇഡിപ്പസ് നാടകത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഏതാ ബുക്കിന്റെ ചട്ട ഒന്ന് കാണിക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ട് CJ തോമസിന്റെ CJയുടെ നാടകങ്ങൾ കേട്ടാ. നാഷണൽ ബുക്ക് സ്റ്റാൾ. എത്ര നാടകങ്ങളെ? ഇതിൽ കുറെ നാടകങ്ങളുണ്ട്. അവൻ വീണ്ടും വരുന്നു, ആ മനുഷ്യൻ നീ തന്നെ, നാടകങ്ങളാ. അപ്പൊ അതിലത്തെ ഒരാളാണ് ഇഡിപ്പസ് ഉണ്ട്. ആന്റിഗണി വിവർത്തനം നടത്തിയത് ആളാണ് CJ തോമസ്. ഇതാണ് ബുക്ക്. കേരള സാഹിത്യ അക്കാദമി.